അപ്പൊ സമസ്ത വിളിച്ചാൽ മാത്രമല്ല ആളുകൾ വരല്ലേ, സമസ്ത ഒരു സ്ഥലത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞാലും ജനങ്ങൾ പോകാൻ തയ്യാറല്ല. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിം ഉമ്മത്ത്, ആ ഉമ്മത്തിന്റെ ദീനിയായ കാര്യങ്ങൾ അത് നിയന്ത്രിക്കേണ്ടവർ സമസ്ത തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ സമസ്ത വിളിച്ചാൽ വരും, സമസ്ത വിളിച്ചാൽ വരും. വിളിച്ചപ്പോ വന്നിക്കണ്, അപ്പൊ വിളിച്ച് ഇനി വരണ്ടെന്ന് പറഞ്ഞാൽ വരൂലേന്നും, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയത്തിനെ സംബന്ധിച്ചും വ്യക്തമായ ധാരണകളുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട MT ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ബിദ്അഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ വന്നു, കള്ളത്തരീഖത്തുകൾ ഇവിടെ വന്നു. അപ്പോഴൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ ആ ഈമാൻ ഒരിക്കലും അത് നഷ്ടപ്പെടാൻ പാടില്ല. ആ ഈമാൻ വഴിതെറ്റി പോകുന്നതായ എന്തിലേക്കെങ്കിലും അവർ ചെന്ന് ചാടാൻ പാടില്ല. ആ നിലക്ക് ഈ വിഷയത്തിനെ സംബന്ധിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിട്ട് ആ കാര്യങ്ങളിലൊക്കെ ഓരോ കാലഘട്ടത്തിലും ഇതിന്റെ ആവിർഭാവം മുതൽ, ഇതിന്റെ തുടക്കം മുതൽ ഇന്നലെ വരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ കള്ളത്തരീഖത്തുകൾ വരുമ്പോൾ സമസ്ത എതിർത്തിട്ടുണ്ട്. ഇവിടെ ഈ പ്രസ്ഥാനങ്ങൾ ഉണ്ടായപ്പോൾ സമസ്ത എതിർത്തിട്ടുണ്ട്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നതായ ഒരു സംഘടനയാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. മഹാനാവുന്ന ഇമാം ബുസ്വലി തങ്ങൾ പറഞ്ഞതുപോലെ അഹല്ല ഉമ്മത്തഹു ഫീ ഇർസി മില്ലത്തിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനെ ആ മില്ലത്താവുന്ന ആ ബൗണ്ടറിയിൽ, ആ സുരക്ഷിതമായ സ്ഥലത്ത് അവരെ ഇറക്കിക്കൊണ്ടിട്ട് സിംഹം അതിന്റെ കുട്ടികൾക്ക് പാറാവ് നിൽക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാറാവുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനെ അത് അവരുടെ വിശ്വാസത്തിൽ, അവരുടെ കർമ്മങ്ങളിൽ, അവരുടെ ആചാരങ്ങളിലൊന്നും ഒരു നിലക്കുള്ളതായ പിഴവോ വലാലത്തോ ഇതിനകത്തും ഉണ്ടാവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു പ്രത്യേക ബൗണ്ടറിന്റെ ഉള്ളിലായിക്കൊണ്ട് ജനങ്ങളെ ഉമ്മത്തിനെ ഇറക്കി എന്ന് പറഞ്ഞോ, അതുപോലെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകമായി പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ ഈ 4-ാം തീയതി ഇവിടെ ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ കൂടി. അതിൽ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രഖ്യാപിക്കും. അതിൻ്റെ എല്ലാം പുറമെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നും വിട്ടുപോയ ഏതെല്ലാം സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ ആ മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണം. നമ്മൾ ഗർവാഫസി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ പറയണത് വിട്ടുപോയ